സുഹൃത്തുക്കളെ, ഇതെന്താ നിങ്ങൾ വിചാരിക്കേണ്ട, ഏറ്റവും അർഹമായ കരങ്ങളിലേക്ക് കുറച്ച് ക്യാഷ് കൊടുക്കുകയാണ്. വീഡിയോ കാണുമ്പോൾ നിങ്ങളൊരു പക്ഷേ ഇവനെ അഭിനന്ദിക്കാൻ ഈ മണ്ണാർക്കാട് കോട്ടോപ്പാടത്തെ ഈ വീട്ടിലെത്തും. 100% എനിക്ക് ഉറപ്പാണ്. ഏറ്റവും അർഹതപ്പെട്ട, എല്ലാം കൊണ്ടും അർഹതപ്പെട്ടാണ്. പക്ഷേ ഇവനൊരു ധീര ആളാണ്. സംഭവം ഞാൻ പറയാം എന്താന്നുള്ളത്. ഹായ്, അസ്സലാമു അലൈക്കും. പേര് പറയ്. മുഹമ്മദ് സിദാൻ. മുഹമ്മദ് സിദാൻ. സിദാൻ, ഇതാണ് സിദാൻ്റെ വീട്. ഓക്കെ, ഇത് പിടിക്കുക, ആദ്യം പിടിക്ക്. ഇതെന്തിനാ ഈ സമ്മാനം? ഇതെന്തിനായിരിക്കും? ആളുകൾക്കൊന്ന് പറഞ്ഞു കൊടുത്തേ. ഇതെന്തിനാ? ധീരപ്രവൃത്തി ചെയ്ത്. എന്ത് ധീരപ്രവൃത്തിയാണ് ചെയ്തത്? അത് ഒരു ജീവൻ രക്ഷിച്ചു. കുട്ടിയുടെ ജീവൻ രക്ഷിച്ചതിന് അല്ലേ? ഓക്കെ ഓക്കെ. പിന്നെ എത്ര ക്ലാസ്സിലാ? 6ാം ക്ലാസ്. 6ാം ക്ലാസ്സിലാണ്. ഇപ്പൊ ആരുടെ അവാർഡാണ് കിട്ടിയത്? ആരുടെ അവാർഡ് കിട്ടിയത്? രാഷ്ട്രപതിയുടെ അവാർഡാണ് ഇപ്പൊ ലഭിച്ചത്. എവിടെ വെച്ചാ ലഭിച്ചത്? ഡൽഹിയിൽ വെച്ച്. രാഷ്ട്രപതി ആരാ? എന്തിനാണ് അവാർഡ് കിട്ടിയത് എന്ന് പറഞ്ഞേ. ഞങ്ങൾ സ്കൂൾക്ക് പോവുകയായിരുന്നു. അപ്പോൾ അതേമാതിരി ഞങ്ങളെന്നും കളിക്കാറുണ്ട്. നീ എത്രാം ക്ലാസ്സിലാ? 6ാം ക്ലാസ്. അത് നടന്നപ്പോ 5ാം ക്ലാസ്സിലായിരുന്നു. സ്കൂളിലേക്ക് പോവുകയായിരുന്നു. അപ്പോൾ ഞങ്ങളെന്നും കളിക്കാറുണ്ട്. അതുമാതിരി ഒരു പന്ത് എടുത്ത് തട്ടി കളിക്കുമ്പോൾ മതിലിൻ്റെ അപ്പുറത്തേക്ക് പന്ത് പോയി. അപ്പോൾ അത് എടുക്കാൻ വേണ്ടി ഇവൻ റാജിഹ് കയറി. ഷോക്ക് അടിച്ച ആളും കൂടെ പരിചയപ്പെടുത്തല്ലേ? കറണ്ട് പിടിച്ച ആള് ഇവിടെ ഉണ്ട് കേട്ടോ, തൊട്ടടുത്ത് വീടാ തോന്നുന്നു. പേരെന്താ? രാജീനെ കറണ്ട് പിടിച്ചത് എവിടുന്നായിരുന്നു ഒന്ന് പറഞ്ഞേ. ഏത് സ്കൂള്? നിങ്ങൾ ഒരേ ക്ലാസ്സിലാണോ? ഇംഗ്ലീഷ് മീഡിയത്തിലാണ്. എന്നിട്ട് എന്താ സംഭവിച്ചത്? ഞാനിവിടെ പേൻ കൊണ്ട് കളിച്ചിരുന്നു. അപ്പൊ അടിച്ചപ്പോ അപ്പുറത്ത് പോയി എടുക്കാൻ പോയപ്പോ പോസ്റ്റിലെ കറണ്ട്. എന്നിട്ട് ഫ്യൂസ് പിടിച്ചപ്പോൾ കറണ്ട് പിടിച്ചപ്പോൾ എന്താ? എന്നിട്ട് ഈ വന്നപ്പോൾ എന്താ കണ്ടിരുന്നത്? വന്നപ്പോ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് ആദ്യം കളിക്കാൻ ആക്ട് അഭിനയിക്കാൻ ആക്ട് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പോ അതേമാതിരി ഷഹജാസ് സാറിന്റെ കുട്ടി ഓന്റെ കാൽമ പോയി പിടിച്ചു. ഇവന്റെ കാൽമ പോയി പിടിച്ചപ്പോ അത് നീ കാണുന്നുണ്ട്. അപ്പൊ അവനക്ക് ഷോക്കേറ്റു. അവൻ പറഞ്ഞു ഷോക്ക് അടിച്ചിട്ടാണെന്ന്. അപ്പോൾ മനസ്സിലായത് പറയുന്നുണ്ട്. എന്നിട്ട് അവൻ തെറിച്ചിട്ടാണ് പറഞ്ഞത്. മറ്റവൻ അപ്പോൾ അവനെ പറയുന്നത് ഷോക്ക് അടിച്ചിട്ടാണെന്ന്. അപ്പോ ഇത് മനസ്സിലായപ്പോ ആ സന്ദർഭത്തിൽ ഉമ്മ പറഞ്ഞു അതുമാതിരി ഓർമ്മ വന്നു. അപ്പോ അതേമാതിരി പ്രവർത്തിച്ചു. എന്താ നീ ചെയ്തത്? അതെന്ന് വെച്ചാ ഉമ്മ ഒരു സന്ദർഭത്തിൽ പറഞ്ഞായിരുന്നു, ഒരു ഷോക്ക് അടിക്കണ അവിടെ കണ്ട ഓടിച്ചെന്ന് പിടിക്കരുത്. ഇവന്റെ ഉമ്മ പറഞ്ഞിരുന്നു. ഒരു ഉണങ്ങിയ കമ്പെടുത്ത് അടിച്ചാൽ മതി. അപ്പോ ഇതേമാതിരി അവിടെ തൊട്ടടുത്ത് കിടന്നിരുന്ന ഒരു ഉണങ്ങിയ കമ്പെടുത്ത് അടിച്ചു. അതിലെന്താ സംഭവിച്ചത്? വീണുല്ലേ? ഇവൻ ആ കമ്പ് ആയിട്ട് അടിച്ചിട്ടില്ലെങ്കിൽ എന്താ സംഭവിച്ചിട്ടുണ്ടാന്ന് അറിയല്ലോ. അപ്പോൾ പഠിച്ചവൻ ഇവനെ ഇറക്കി തന്നു. എന്ത് സംഭവിച്ചു? നിന്റെ ജീവൻ രക്ഷപ്പെട്ടു. ആശുപത്രി പോയോ? എന്നിട്ടോ ബോധം ഉണ്ടായിരുന്നോ? ബോധം പോയിരുന്നോ? ബോധം പോയി. ഏത് ആശുപത്രിയാണ് ഉണ്ടായത്? മണ്ണാർക്കാട് ഡോക്ടറിന്റെ. ഇമ്മാനെ വിളിക്കാം, അമ്മ വരട്ടെ. ഇതേതാ? മണ്ണാർക്കാട് കോട്ടോ. ഇത് ഉമ്മയാണല്ലേ? അമ്മാന്റെ പേരെന്താ? സുഹറ. എന്നെ വിളിച്ച ആളെ പരിചയപ്പെടുത്തി തരാം. എനിക്കൊരു മെസ്സേജ് വന്നിട്ട് ഈ അടുത്ത് ഇങ്ങനെ സംഭവം ഉണ്ട്, നിങ്ങൾ ഒരുപാട് ആളുകളെ പരിചയപ്പെടുത്തിയ ആളല്ലേ, ഒന്ന് പരിചയപ്പെടുത്തോ. അതേപോലെ തന്നെ വീഡിയോ ചെയ്യുന്നതോടുകൂടി എനിക്ക് തോന്നുന്നത് പിന്നെ വലിയൊരു സാമ്പത്തിക ഇതൊന്നും ഇല്ല തോന്നുന്നു എന്നാ തോന്നുന്നത്. ഏതായാലും സന്തോഷത്താരാ? ആരും മകളാണ് അല്ലേ? ഓക്കെ. എന്താണ് ഇവന് രക്ഷപ്പെടുത്തി അല്ലേ? എന്ത് തോന്നുന്നു? ഒരുപാട് സന്തോഷമുണ്ട്. കുട്ടികളെ രക്ഷപ്പെടുത്തിയതിലും ഇങ്ങനെ ഒരു അവാർഡ് വാങ്ങിച്ചതിലും ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങൾ പോയിരുന്നോ ഡൽഹിക്കാരെ പോയി? മാഷും ഗിരീഷ് മനോജ്. ഏത് സ്കൂളിൽ പഠിക്കണോന്? കല്ലടി ഹയർ സെക്കൻഡറി സ്കൂൾ. എത്രാം ക്ലാസ്സിലപ്പോ? 6ാം ക്ലാസ്സിലല്ലേ? എങ്ങനെ നിങ്ങളെന്തോ അവൻ പറഞ്ഞത് ഉമ്മ ഒരിക്കൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ആർക്കോ ഷോക്ക് അടിച്ചപ്പോ എന്താ ചെയ്യേണ്ടത്? എന്താ സംഭവം? നാത്തൂന് ഷോക്ക് അടിച്ചപ്പോൾ ചാർജർ വന്ന് ഷോക്ക് ഏറ്റിട്ട് തെറിച്ച് വീണ്. അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞു കൊടുത്തിരുന്നു, ഷോക്ക് അടിച്ചാൽ പെട്ടെന്ന് പോയി പിടിക്കരുത്, ഉണക്കവടി കൊണ്ട് തല്ലിയാൽ മതി എന്നുള്ളത് പറഞ്ഞു കൊടുത്തിരുന്നു. അപ്പോൾ ഇതിങ്ങനെ സംഭവിച്ച് അതിലോനക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന് അവൻ ആ സന്ദർഭത്തിൽ അത് ചെയ്ത് അതുകൊണ്ട് ജീവൻ രക്ഷിച്ചു അല്ലേ? ഓക്കെ. അതെങ്ങനെയാ അപ്പോൾ പേടിച്ചില്ല? നീ എങ്ങനെ പെട്ടെന്ന് ഓർമ്മ വന്നു? അത് ഇങ്ങനെ ഓർമ്മ വന്നിരുന്നു അല്ലേ? ഓക്കെ. സാധാരണ വെപ്രാളപ്പെട്ട് വടിയൊന്നും കിട്ടൂല. ഓക്കെ. പിന്നെ എന്താ നിങ്ങളുടെ പേരെന്താ? എന്നെ മെസ്സേജ് അയച്ചല്ലേ? മെസ്സേജ് അയച്ചു. സന്തോഷായ? എന്താ തോന്നുന്നത്? നല്ല സന്തോഷമുണ്ട്. എന്തുകൊണ്ടാ?
കാരണം വീഡിയോ കാണുമ്പോ എല്ലാരും മെസ്സേജ് നോക്കില്ലല്ലോ, തിരക്കല്ലേ. ഞാൻ അങ്ങനെ മെസ്സേജ് സത്യം പറയാം, മെസ്സേജ് വളരെ ചുരുക്കം നോക്കുള്ളൂ. കാരണം അങ്ങനെ നിറഞ്ഞിട്ടുണ്ടാവും. എന്തോ ഭാഗ്യത്തിന് കിട്ടി. ഇതേതാ സ്ഥലം? കോട്ടപ്പാടം പഞ്ചായത്തിലെ കളക്ടർക്ക് വന്നിരുന്നു സ്കൂൾക്ക്. കളക്ടർക്ക് വന്നിരുന്നു അല്ലേ? കോട്ടപ്പാടം പഞ്ചായത്തിൽ ഏത് സ്പോട്ട് പറയും? ഈ വീട് നിൽക്കണത് കൊടുവാളിപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്താണ് അല്ലേ? എനിക്ക് തോന്നുന്നത് പിന്നെ ഇവരെ അവസ്ഥ വളരെ മോശം. അവസ്ഥ എനിക്ക് തോന്നുന്നു സാമ്പത്തികമായിട്ട് വലിയ ഇതൊന്നും ഇല്ലാതെ തോന്നുന്നു. എങ്ങനെ വീടൊക്കെ ഒരുപാട് ആൾക്കാർ സഹായിച്ചിട്ടാണ്. ഈ വീടോ? ആങ്ങളാരും ഓരോ വീട് തന്നെ പണി കഴിഞ്ഞിട്ടില്ല, എന്നാലും ഞമ്മക്ക് വേണ്ടിയിട്ട് സഹായിച്ചിട്ടാണ് ഇപ്പൊ ഇങ്ങനെ ആയത്. നാട്ടുകാരുടെ സപ്പോർട്ടും ആണോ? സത്യമാണ് അല്ലേ? ഓ, അതിന്റെ അടിയിലാണ്. ഇനി എന്ത് ചെയ്യാ? ഇപ്പൊ കുറച്ച് ക്യാഷ് ചെറിയ പൈസ ആണ് കിട്ടിയതെങ്കിൽ എന്താ ചെയ്യത്? അതെന്താ പറയാൻ കാരണം അമ്മ കൊടുക്കുന്നുള്ളത്? അങ്ങനെ ഓരോ കാര്യങ്ങൾക്ക് നമുക്ക് പൈസ തരലുണ്ട് അല്ലേ? പഠിക്കാൻ എങ്ങനെ പിന്നെ? പഠിക്കാൻ കുഴപ്പമില്ല, മിടുക്കനാണ്. ഇനി എന്തൊക്കെയാണ് ഭാവിയിൽ വലുതായിട്ട് എന്താ ആഗ്രഹം? പൈലറ്റൊക്കെ ആവാൻ ഇഷ്ടം. ഓക്കെ, അതിന് നന്നായിട്ട് പഠിക്കണം, അറിയില്ലേ? നല്ല കുട്ടി കേട്ടാ. ഒന്ന് മിഠായി മേടിച്ചു കൊടുക്കും എല്ലാവർക്കും. ആർക്ക് ഫസ്റ്റ് കൊടുക്കുക? ഒന്ന് ഷെയ്ക്കാൻ്റെ കൊടുക്കുന്ന ഫസ്റ്റ് നിനക്ക് മിഠായി ഉണ്ട്, അവൻ്റെ വക ഉണ്ട്. പിന്നെ ആർക്കൊക്കെ ഉണ്ടാവും മിഠായി? പിന്നെ താഴത്തുള്ള ഷാജാസ് ഇവർക്കൊക്കെ ഉണ്ടോ? വീട്ടുകാർക്കോ കൊടുക്കൂല്ലേ? ഓക്കെ, നല്ല കുട്ടി കേട്ടാ. എങ്ങനെ പോയത് ഡൽഹിക്ക്? ഫ്ലൈറ്റാ? ചിലവൊക്കെ ഗവൺമെന്റ് തന്നെ? എങ്ങനെ ഉണ്ടായിരുന്നു? വിമാനത്തിൽ നിന്ന് മുന്നേ കയറിയിട്ടുണ്ടോ?